പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 യോഹന്നാൻ 5:19 ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. തിരുവചനം പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വീണുപോയ ദൈവദൂതന്മാരാണ് ദുഷ്ടന്മാർ അഥവാ പിശാചുക്കൾ. അതിനാൽ അവർക്ക് മനുഷ്യരെക്കാൾ കൂടുതൽ ശക്തിയുണ്ട്. മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയും. അവനെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തി അവൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാനും പിശാചുക്കൾക്ക് കഴിയും. സാത്താൻ്റെ വർക്ക്ഷോപ്പാക്കി നമ്മെ മാറ്റാതിരിക്കാനാണ് നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. അല്ല എങ്കിൽ സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകും. ഈ ലോകത്തിൽ 2 തരം ശക്തികളുണ്ടെന്ന് നമുക്കറിയാം. നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും. മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മുൻപിൽ നന്മയും തിന്മയും ജീവനും മരണവും ദൈവം കാണിച്ചു തരുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ജീവൻ്റെ വഴി ഇടുങ്ങിയതാണ്, വീതി കുറഞ്ഞതാണ്. എന്നാൽ ജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് ഇടുങ്ങിയ വഴിയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ലോകത്തിൻ്റെ വഴി വിശാലമാണ്. അതിലൂടെ നടക്കുവാനാണ് മനുഷ്യരായ നാം എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം സുഖ സൗകര്യങ്ങളും സുഖലോലുപതയും നമ്മെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നാം പലപ്പോഴും സ്വീകരിക്കുന്നത് ലോകത്തിൻ്റെ വഴികളാണ്. പക്ഷേ നാം എത്തിച്ചേരുന്നത് നമ്മുടെ ആത്മനാശത്തിലേക്കും ആണ് എന്ന് നാം മറന്നു പോകരുത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. നമ്മുടെ ആത്മാക്കളെ മോഷ്ടിച്ച് നമ്മെ നശിപ്പിച്ച് അവൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി പല കെണികളും ഒരുക്കി സാത്താൻ കാത്തിരിക്കുകയാണ്. സാത്താൻ്റെ വർക്ക്ഷോപ്പാക്കി നമ്മുടെ തലച്ചോറിനെയും മനസ്സിനെയും ഹൃദയത്തെയും മാറ്റാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സാത്താൻ എന്താണ് ചെയ്യുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. നാം പലപ്പോഴും ചിന്തിക്കുന്നത് വലിയ പാപങ്ങളൊന്നും നാം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, പിന്നെ നമുക്ക് എന്ത് കുറവാണുള്ളത് എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ നാം വലിയ ഗൗരവം കൊടുക്കാത്ത, എന്നാൽ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ, വിഷവിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ സാത്താൻ കൂട്ടിവെക്കുന്നുണ്ട്. അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുടെയും എല്ലാം വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ പാകിത്തരുന്നത് സാത്താനാണ്. നാം ആത്മാർത്ഥമായി ചിന്തിച്ചാൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഇല്ലാത്ത അവസ്ഥയുണ്ടോ? ഇല്ല. നമ്മുടെ ഹൃദയത്തിൽ മുഴുവനും പലരോടും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഉണ്ട് എന്നുള്ളതാണ് സത്യം. കർത്താവിനെ കബളിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. കർത്താവിന് നമ്മുടെ ഹൃദയം കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തണം. അവൻ്റെ കെണിയിൽ, സാത്താൻ്റെ കെണിയിൽ പെടാതെ നാം ജാഗരൂകരായിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ ജഡമോഹങ്ങളും അസൂയയും സ്വാർത്ഥതയും ഒക്കെയാണ്. പക്ഷേ ഇതൊന്നും നാം സമ്മതിച്ച് തരികയില്ല എന്നുള്ളത് സത്യമാണ്. നമ്മുടെ അയൽക്കാരനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒരു നല്ല ജോലി കിട്ടുമ്പോൾ, ഒരു നല്ല വീട് പണിയുമ്പോൾ, ഒരു നല്ല വാഹനം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഉന്നത നിലയിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ, അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, നല്ല വിജയമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നത് എന്താണ്? നല്ല സന്തോഷവും സംതൃപ്തിയുമാണോ? അഥവാ നമുക്ക്
ചെറിയ ചെറിയ മനസ്സിന് ഒരു കുത്തലും പ്രയാസവും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പേരല്ലേ അസൂയ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അസൂയയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, അസൂയ വളർന്നത് വിദ്വേഷത്തിലേക്ക് കിടക്കും. വിദ്വേഷം വെച്ച് പുലർത്തുമ്പോൾ നാം അശുദ്ധരായി മാറുകയും ചെയ്യും. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം നമ്മുടെ ഹൃദയത്തിൽ വിശുദ്ധി നിറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഗലാത്തി 6:7 തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. ഗലാത്തി 5:16 മുതലുള്ള തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുകയാണ്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അവ അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ശത്രുത, കലഹം, അസൂയ, കോപം, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ സദൃശമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഈ തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന്. ഈ തിന്മകൾക്കെതിരായി നാം ഒരു ആത്മീയ യുദ്ധം ചെയ്യേണ്ടി വരും. ആ യുദ്ധത്തിൽ ബലവാന്മാർ സ്വർഗരാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യും. നാം നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കണം. ഒരു ആത്മീയ സമരമാണ് നാം നടത്തേണ്ടത്. എഫേസസ് 6:10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിലൂടെ എപ്രകാരം നാം ആത്മീയ സമരം നടത്തേണ്ടത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സത്യം, നീതി, വിശ്വാസം, സമാധാനം എന്നിവ നാം സ്വീകരിക്കണം. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും വേണം. ഈ യുദ്ധത്തിൽ വിജയിക്കുന്നവരെയാണ് വെളിപാട് 3:5 പറയുന്നത് പോലെ വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കുകയും ജീവൻ്റെ പുസ്തകത്തിൽ അവൻ്റെ നാമം ചേർക്കുകയും ചെയ്യും. അവൻ്റെ നാമം ഒരിക്കലും ദൈവം മായ്ച്ച് കളയുകയില്ല. പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം യേശു ഏറ്റുപറയുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.